നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ എല്ലാ പാർട്ടികളും വമ്പൻ പ്രചാരണങ്ങളുമായി മുന്നേറുകയാണ്. ഇതിനിടയിൽ ഏറെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിൽ BJP സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ പട്ടിക പൂർത്തിയായിരിക്കുകയാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ BJP 16 ഇടത്താണ് ഇത്തവണ മത്സരിക്കുന്നത്. നേരത്തെ 12 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും BJP പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ TN സരസുവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ സരസു ടീച്ചറെ? SFIക്കാർ കുഴിമാടം തീർത്ത് അപമാനിച്ച് കണ്ണു നിറയിച്ചിറക്കിവിട്ട പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസു ടീച്ചർ. എന്റെ കുഴിമാടമല്ല ഇവർ വെട്ടിയിരിക്കുന്നത്. വിക്ടോറിയ കോളേജിന്റെ 127 വർഷത്തെ അഭിമാനവും യശസ്സുമാണ് ഇവർ കുഴിമാടം വെട്ടി മൂടിയത്. ഇവിടെ ഇതുവരെ പഠിപ്പിച്ച അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെയുമാണ് കുഴിമാടം വെട്ടി അതിനകത്ത് ഇവർ അടക്കിയത്. കേരളത്തിലെ ഏറ്റവും അന്തസ്സുള്ള കലാലയങ്ങളിൽ ഒന്നാണിത്. അനേകം പ്രമുഖരാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയിരിക്കുന്നത്. അവരെയെല്ലാമാണ് ഇവർ അപമാനിച്ചിരിക്കുന്നത് എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ടായിരുന്നു വിക്ടോറിയ കോളേജിന്റെ പടി ടീച്ചർ ഇറങ്ങിയത്. സരസു ടീച്ചർ വെറും ഒരു ടീച്ചറായിരുന്നില്ല. മക്കളില്ലാത്ത ടീച്ചർക്ക് താൻ പഠിപ്പിക്കുന്ന കുട്ടികളായിരുന്നു മക്കൾ. തന്റെ മുന്നിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ സഹായിച്ചു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ ചികിത്സിക്കേണ്ട എന്ന് കരുതി മരണത്തെ കാത്തിരുന്ന ഒരു വിദ്യാർത്ഥിയെ ആദ്യം സ്വന്തം പണമെടുത്തും പിന്നീട് NCC യൂണിറ്റിന്റെ സഹായത്തോടെയും ചികിത്സിച്ച് ഭേദമാക്കിയതൊക്കെ അതിൽ ചുരുക്കം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. സരസു ടീച്ചർ യുക്തിപരമായി തന്നെ സഹായിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ വഴിവിളക്കായി അവർ നിന്ന 100 കണക്കിന് കുട്ടികളാണ് അന്ന് വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ SFI എന്ന തെമ്മാടി കൂട്ടം കാട്ടിയ വൃത്തികേടിനെതിരെ രംഗത്ത് വന്നത്. ആ കോളേജിന്റെ ക്യാമ്പസിൽ മുഴുവൻ പൂവാക മരങ്ങളും നെല്ലിമരങ്ങളും വച്ചുപിടിപ്പിച്ച് പരിപാലിച്ചു അവർ. NAC അക്രഡിറ്റേഷനിൽ വിക്ടോറിയ കോളേജ് മുന്നിലെത്തിയത് ഇവരുടെയൊക്കെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമായാണ്. ഇന്ന് ആ തണലിൽ ഇരുന്നാണ് ആ കോളേജ് പാലക്കാടൻ ചൂടിൽ ആശ്വാസം കണ്ടെത്തുന്നത്. ഇന്ന് പാലക്കാട് ആർക്ക് രക്തം ആവശ്യമായി വന്നാലും ഓടിയെത്തുക വിക്ടോറിയയിലെ NCC യൂണിറ്റിലേക്കാണ്. അതും നമ്മുടെ സരസു ടീച്ചർ തുടങ്ങി വെച്ചത് തന്നെ. അവിടുത്തെ NCC യൂണിറ്റ് ഓഫീസറായിരുന്ന സമയത്ത് രക്തബാങ്ക് ആരംഭിച്ച് നിരന്തരം രക്തദാന ക്യാമ്പുകൾ നടത്തിയാണ് ആ NCC യൂണിറ്റ് ഇങ്ങനെയായി തീർന്നത്. ആ സരസു ടീച്ചറെയാണ് വിരമിച്ച ദിവസം കുഴിമാടം ഒരുക്കി SFI എന്ന മാഫിയ സംഘം അനാദരിച്ചു വിട്ടത്. കരഞ്ഞു കണ്ണീരൊഴുക്കി താൻ പഠിപ്പിച്ച് ജീവിച്ച ആ കോളേജിന്റെ പടികൾ ഇറങ്ങിയവർ. അന്ന് പ്രതീകാത്മക കുഴിമാടങ്ങൾ ഒരുക്കിയവർ ഇന്ന് കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് 2 കുഴിമാടങ്ങളാണ് ഈ നവോത്ഥാന കേരളത്തിന്റെ നെഞ്ചത്ത് കെട്ടിയുയർത്തിയത്. അതും ഒരിറ്റുവെള്ളം കൊടുക്കാതെ കൊരവള്ളി പൊട്ടിച്ച് ആഴ്ചകളോളം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു പാവം സിദ്ധാർത്ഥന്റെയും അവർ പറയുന്ന മാർക്കിട്ട് ജയിപ്പിച്ചു വിടാത്തതിനാൽ ഇതേ ആൾക്കൂട്ട വിചാരണ നടത്തി അപമാനിച്ച് സ്വയം ജീവനൊടുക്കിയ ഒരു പാവം കലാകാരന്റെയും. അവർ പ്രതീകാത്മക കുഴിമാടങ്ങളിൽ നിന്ന് യഥാർത്ഥ കുഴിമാടങ്ങളിലേക്ക് എത്തിയപ്പോൾ BJP സരസു ടീച്ചർക്ക് ഒരുക്കിയിരിക്കുന്നത് രാജനൈതിക രംഗത്തേക്കുള്ള രാജവീതിയാണ്. BJP എന്ന രാഷ്ട്രീയ കക്ഷിക്ക് ഇനി പിന്നോക്കമുണ്ടാവില്ല. കാരണം അത്രമേൽ ഗുരുത്വമാണ് ഈ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്താവനയിലൂടെ BJP നേടിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.